വി ഡി സതീശൻ്റെ 24 മണിക്കൂർ എന്ന് പറയുന്നത് 108 മണിക്കൂറാണെന്ന് ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായി. 72 മണിക്കൂർ കഴിഞ്ഞിട്ടും അവർക്ക് അവരുടെ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാൻ കഴിഞ്ഞില്ല. വലിയ തോതിലുള്ള ആഭ്യന്തര കലഹങ്ങളാണ് UDF-ലും അതുപോലെ LDF-ലും നടന്നുകൊണ്ടിരിക്കുന്നത്. UDF-നാണെങ്കിൽ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ പോലും സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാൻ സാധിക്കാത്ത സ്ഥിതിയാണ്. മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥികളെ ഒഴിച്ച് മുന്നണിയിലെ മറ്റ് സ്ഥാനാർത്ഥികളെക്കുറിച്ചൊന്നും തന്നെ അവസാന നിമിഷത്തിലും യാതൊരു തരത്തിലുള്ള ധാരണയിലും എത്താൻ അവർക്ക് സാധിച്ചില്ല. കേരളത്തിൽ 100 സീറ്റുമായി അധികാരത്തിൽ വരും എന്ന് അവകാശപ്പെട്ട ആളുകളാണ് മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ നിർത്താൻ സാധിക്കാതെ കഷ്ടപ്പെടുന്നതെന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. LDF-ലും കടുത്ത പ്രതിസന്ധിയാണ്. പല പ്രധാനപ്പെട്ട പാർട്ടി ശക്തി കേന്ദ്രങ്ങളിലും അവർക്ക് വിമത ശല്യം നേരിടുന്നത് ചരിത്രത്തിൽ ഇതാദ്യമായിട്ടാണ്. അധാർമികമായിട്ടുള്ള കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കുന്ന, ദേശവിരുദ്ധ ശക്തികളുമായിട്ട് ചേർന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന മുന്നണികൾക്കേറ്റ തിരിച്ചടിയാണ്. തെരഞ്ഞെടുപ്പിൻ്റെ പ്രാഥമിക ഘട്ടത്തിൽ തന്നെ, ഒന്നാം റൗണ്ടിൽ തന്നെ LDF-ഉം UDF-ഉം വിയർക്കുകയാണ്. ദേശീയ ജനാധിപത്യ സഖ്യവും BJP-യും വലിയ പ്രതീക്ഷ ജനങ്ങൾക്ക് നൽകിക്കൊണ്ട് കേരളത്തിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്ക്, വികസനം വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് നല്ല പ്രതീക്ഷയാണ് NDA-യിൽ ഉണ്ടായിരിക്കുന്നത്. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തിയായി മാറാൻ പോകുന്നത് കേരളത്തിൽ NDA ആയിരിക്കും. രാഷ്ട്രീയ പ്രവർത്തകരോ സാമൂഹ്യ പ്രവർത്തകരോ അല്ല, ബിസിനസ്സുകാർ, കച്ചവടക്കാർ മണ്ഡലങ്ങൾ പിടിക്കുന്നു എന്നുള്ളതാണ് UDF-നകത്ത് തന്നെ ഉയരുന്ന ആക്ഷേപം. അവർ ജനങ്ങളുടെ പ്രശ്നങ്ങൾ അറിയുന്ന, ജനങ്ങൾ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ തെരഞ്ഞെടുപ്പ് വിഷയമാകേണ്ട സന്ദർഭത്തിൽ അതിന് വിരുദ്ധമായിട്ടുള്ള നിലപാടാണ്. എല്ലാ കാലത്തും വർഗീയതയെ കൂട്ടുപിടിച്ച് തെരഞ്ഞെടുപ്പിൽ ജയിക്കാമെന്നുള്ള അവരുടെ കണക്കുകൂട്ടലിന് ഇത്തവണ തിരിച്ചടി ഉണ്ടാകുമെന്നുള്ളതാണ് ഈ പ്രശ്നങ്ങളെല്ലാം കാണിക്കുന്നത്. BJP-യുടെ എല്ലാ സീറ്റുകളും ഇന്ന് വൈകുന്നേരത്തോടുകൂടി പൂർത്തിയാവുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്കാർക്കും ഒരു തർക്കമില്ല. NDA-ക്കകത്തോ BJP-ക്കകത്തോ ഒരു തർക്കമില്ല. ഞങ്ങളുടെ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പൂർത്തിയാവുന്നതോടുകൂടി 140 മണ്ഡലങ്ങളിലും ഞങ്ങൾക്ക് സ്ഥാനാർത്ഥികൾ ഉണ്ടാവും. ഒരു തർക്കവുമില്ലാതെ സ്ഥാനാർത്ഥികളുണ്ടാവും. LDF അവരെ സഹായിക്കുന്നത് കൊണ്ടാണ് ലീഗ് ജയിച്ചത്. അത് അവർ തന്നെ പരസ്യമായി സമ്മതിച്ചതാണ്. അല്ലാതെ BJP ഇവിടെ പരാജയപ്പെട്ടിട്ടില്ല. യഥാർത്ഥത്തിലുള്ള തെരഞ്ഞെടുപ്പ് നടന്നിരുന്നെങ്കിൽ ഞങ്ങൾ 91 മുതൽ ഇവിടെ ജയിക്കേണ്ടതാണ്, KG മാരാർ മുതൽ ഇവിടെ ജയിക്കേണ്ടതാണ്. പക്ഷേ അവസാന നിമിഷം നടക്കുന്ന ക്രോസ് വോട്ടിങ്ങും ചതിയും വഞ്ചനയിലൂടെയാണ് അവർ ഇതുവരെ ജയിച്ചത്. പക്ഷേ ഈ പ്രാവശ്യം അതിനെ ജനങ്ങൾ തള്ളിക്കളയും. ജനങ്ങളൊരു പോസിറ്റീവ് വോട്ടിംഗ് ഇത്തവണ മഞ്ചേശ്വരത്തും കാസർഗോഡും നൽകും എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്.